ഇവിടെ ഒന്നും ആരുമില്ല, ഭാഗ്യം. പിങ്കിയെ വിളിക്കാം. ഇവളെന്ത് ഫോൺ എടുക്കാത്ത? ഹലോ പിങ്കി, ഞാൻ എത്ര നേരമായിട്ട് നിന്നെ ഫോൺ വിളിക്കണം പിങ്കി. നീ എവിടെ? ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ടിലുണ്ട്, നീ ഇങ്ങോട്ട് വാ. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, പെട്ടെന്നാ പെട്ടെന്നാ. എന്താ? പിങ്കിയെ കാണാൻ. പിങ്കിയെ കാണാനായിട്ട് അങ്ങ് അടുത്ത് വിളിക്കട്ടെ? അടുത്തോട്ട് വിളിക്കാം. മോളെ പിങ്കി, വന്നേ പാടി. എന്താ മക്കളെ ഇത് അവിടെ ഇരുന്ന് കൈയും കാലും ഒക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്? അത് മാമന് ഇവനെ അറിഞ്ഞൂടെ? ഇല്ല. ഇല്ലേ? ഇല്ല. ഇവൻ എന്റെ കൂടെ പഠിക്കണ കണ്ണാപ്പി. അപ്പൊ കണ്ണാപ്പി എന്താ വന്നത്? പിങ്കിയെ കാണാൻ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ പൂവും മറ്റു സാധനങ്ങളൊക്കെ കൈ ഇരിക്കുന്നില്ല, എന്താ പ്രശ്നം? ഇത് നാളെ വാലൻസ് ഡേ അല്ലേ മാമ? എന്തോ വാലൻസ് ഡേ? വാലന്റൈൻസ് ഡേ. അതിന് എനിക്ക് നാളെ ജോലിയുണ്ട്. ഇത് ഇന്ന് കൊണ്ട് പിങ്കിക്ക് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അത് ശരി. അപ്പൊ അതിനാ വന്നത് അല്ലേ പൂവ്? അയ്യോ അതെ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? മാമൻ വിളിച്ചിട്ട്. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഓള് വയ്ക്കൂ. ശരി. മോനെ, പിന്നെ എന്ത് ഡേ എന്നാ പറഞ്ഞേ? വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അത് മാമ ഈ പ്രണയിക്കുന്നവര് തമ്മിലെ സമ്മാനം കൈമാറുന്ന ദിവസമല്ലേ? അപ്പൊ ഇതിങ്ങ് തന്നേരെ, അവന്റെ കൈ തന്നേരെ, മാമൻ കൊടുത്തോളാം. അല്ല മോന്റെ കണ്ണാപ്പി മോന്റെ വീട് എവിടാന്നാ പറഞ്ഞേ? വീട് ഞാൻ എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ അമ്മ. അല്ല ഇപ്പൊ ചോദിക്കുന്നു വീട് എവിടാ? എന്റെ വീട് കുറ്റ്യാനിക്കാട്. എവിടെ? കുറ്റ്യാനിക്കാട്. കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കാടി ഞാൻ കത്തിക്കും. മനസ്സിലാടാ? പിങ്കി, നിന്റെ മാമന്റെ ഇരിക്കണ എന്റെ ഹൃദയാണേ, ഞാൻ പോണേ. പിന്നെ ഇതിനകത്തിരിക്കുന്ന അവന്റെ ഹൃദയമല്ല, വാഴക്കൊല. വാലന്റൈൻസ് ഡേ. ഇത് ശ്രീകുട്ടിക്ക് കൊടുക്കാൻ ഒരു അവസരമായി. ഇത് കൊടുക്കാനാന്നും പറഞ്ഞുകൊണ്ട് രാത്രി അവിടെ മുറിയിലോട്ട് ചെല്ലാം. അത് പ്രശ്നമാവൂ? അതിനും മാർഗമുണ്ട്.
എന്താ മാക്കു അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഈ കളരിശാസ്ത്രം കേട്ടിട്ടുണ്ട്. ഈ കളരിശാസ്ത്രം എന്ന് പറയാനായിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. ഈയിടെ അത്യാവശ്യമായിട്ടേ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാനിപ്പോ ചാടി വന്നത്. എന്താണ്? അതായത് ഈ പണ്ടുകാലം മൂലം ഞങ്ങൾ കളരി ഗുരുക്കന്മാർ അനുവർത്തിച്ചു വരുന്ന ചില നിയമങ്ങളുണ്ട്. അനുവർത്തിച്ചു വരുന്ന ചില നിയമങ്ങളെ ഈ കറുത്തവാവ് ദിവസം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കറുത്തവാവ് ദിവസം നമ്മള് സൂര്യ നമസ്കാരത്തിന് പകരം ചന്ദ്ര നമസ്കാരം ചെയ്താൽ, അതായത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയും പുരുഷനും ആ ദിവസം ചന്ദ്ര നമസ്കാരം ചെയ്താൽ പെട്ടെന്ന് കെട്ട് കിടക്കും. സത്യം സത്യം സത്യം. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ചന്ദ്ര നമസ്കാരം നടത്തിയാലോ? നിന്നെയൊക്കെ ആരാടി പിടിച്ച് പോലീസിൽ ചേർത്തത്? ഇടി രാത്രിയായല്ലോ, ചന്ദ്രൻ വരും, ഇത് പകലല്ലയോ? അല്ല, ആ ദിവസം എന്നാ? ഇന്ന് ദൈവമേ, വേഗം ചന്ദ്രൻ വന്നാ മതിയായിരുന്നു. അപ്പോഴേ പിന്നെ അർദ്ധരാത്രി കൃത്യം 10 മണിയാകുമ്പം, അർദ്ധരാത്രി 10 മണിയാ? 12 മണിയാകുമ്പോഴ് നീ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് പുറത്തൊക്കെ ഇറങ്ങി വരണം. ആ സമയത്ത് ഞാന് ചുമന്ന വസ്ത്രം ധരിച്ച് പുറത്ത് കാണും. അവിടെ വെച്ച് നമുക്ക് ഒരുമിച്ച് ചന്ദ്ര നമസ്കാരം ചെയ്യാം. അല്ല, ഇതിപ്പോ എങ്ങനെ നടക്കാനാ? ഇവിടെ 2 കുരുപ്പുകളില്ലേ? 24 മണിക്കൂറും ഫോണും പിടിച്ചോണ്ടാ നടക്കുന്നത്. ഊണുമില്ല, ഉറക്കമില്ല. അതുങ്ങളെ ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗം നോക്കാം. അത് വാ കീറി ദൈവം എരയും തരും. അപ്പൊ രാത്രി സദ്യ ഉണ്ടാവല്ലേ? എന്താണ് നിന്നെയൊക്കെ പോലീസിലെടുത്തതേ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയ അബദ്ധവാടി. കളിയാക്കൊന്നും വേണ്ട. ഏത് പോലീസുകാർക്കും ഒരു അബദ്ധം പറ്റും. പിന്നെ ആ പിള്ളേരെന്ത് ചെയ്യും? ആ താഴെങ്ങാണ്ടുണ്ട്. ആണോ? അവരെ പോയിട്ടേ ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം. വേഗം ചെല്ല്. അപ്പൊ അർദ്ധരാത്രി കൃത്യം 12 മണി. 12 മണി. പിങ്കി 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 ഡി പിങ്കി എന്തടി എന്തിനാ പേടിപ്പിക്കണ? എന്നെ ചെവിക്കെല്ലാം അടിച്ചു പോയി. ഞാൻ ഇത്രയും അടുത്തിരുന്ന് വിളിച്ചിട്ട് നീ കേട്ടില്ലേ? നീ എന്തിനു വിളിച്ചേ? ഞാൻ ഒരു കിട്ടിലും പ്രേതകഥ വായിച്ചോണ്ടിരിക്കുന്നു. അയ്യോ, ഇത് വായിച്ചാൽ തന്നെ നമുക്ക് പേടിയാവും. ഇത് വായിച്ച് പേടിക്കാൻ മാത്രം ഇതിന്റെ അകത്ത് എന്തോ ഇരിക്കുന്നു? നിനക്കെന്തോ അറിയാം? നീ വായിച്ചില്ലല്ലോ. ഇതുപോലൊരു പുസ്തകം വായിച്ചിട്ട് കിടന്ന് നിലവിളിക്കാൻ നിനക്ക് നാണമില്ലേടി? പെൺകുട്ടികളായ കുറച്ച് ധൈര്യം വേണം, ഉറപ്പ് വേണം മനസ്സിനൊക്കെ. അല്ലാതെ ഇതുപോലെ കിടന്ന് അലറി വിളിക്കുകയല്ല ചെയ്യുന്നത്. എന്റെ പൊന്നു മാമ, എന്തിനു മാമ ഇങ്ങനെ പേടിപ്പിക്കണേ? മാമ റിങ്കി, നീ നേരത്തെ എന്ത് പറഞ്ഞ? എന്ത് ഉറപ്പാ? നീ ആ സാധനം എടു. എന്തുവായിരുന്നു പിള്ളേരെ ഇവിടെ ഒരു താത്വിക അവലോകനം? താത്വിക അവലോകനം ബാക്കി തോന്നി ഇങ്ങനെ നിലവിളിച്ച പേടിച്ചോലേ? അപ്പൊ പേടിയുണ്ടല്ലേ മാമ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. എന്താടി? മാമന് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഈ രാത്രി കാലങ്ങളിലേ ഈ പ്രേതം ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് പല്ലൊക്കെ ഇങ്ങനെ പുറത്തേക്കിട്ട് രക്തം കുടിക്കാൻ വരുമെന്നൊക്കെ പറയാനിട്ടിട്ടുണ്ട്. സത്യം തന്നെ? സത്യം. സത്യോ? പിന്നെ ചുമ്മാ പ്രേതം സത്യവാടി. ചുമ്മാ പ്രേതം, പിശാച, ചുടല, മറ്റല്ല ചുടല, മാടൻ, മറുത, ഇതുപോലൊക്കെ സാധനങ്ങളുണ്ട് പിള്ളേർ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. എന്ത് സത്യം? ഈ വീട്ടില് കുറെ കാലമായിട്ടൊരു യക്ഷി കിടന്ന് കറങ്ങുന്നുണ്ട് രാത്രി കാലങ്ങളിൽ. ഏത് വീട്? നമ്മുടെ വീട്ടിലോ? നമ്മുടെ വീട്ടില്. ചുമ്മാ പറ്റിക്കാതെ. അല്ലടി, സത്യവാ.
ഈ വീട് നിങ്ങളുടെ അച്ഛൻ വാങ്ങുന്നതിന് മുമ്പ് അവരുടെ ആയിരുന്നു. ആ ചേച്ചിയുടേതായിരുന്നു. ചേച്ചി ഒരു ദിവസം വിഷമടിച്ചിട്ട് തൂങ്ങി മരിച്ച് ഈ വീട്ടിൽ വെച്ച്. വിഷമടിച്ചിട്ട് തൂങ്ങി മരിച്ച് ഈ വീട്ടിൽ കിടന്ന് അന്ന് മുതല് അവര് പ്രേതമായിട്ട് ഇവിടെ രാത്രികാലങ്ങളിൽ കറങ്ങുന്നുണ്ട്. മാമന് നിങ്ങളോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ട് പറയുക, രാത്രിയിൽ ഇറങ്ങി നടക്കരുത് രണ്ടുപേരും. ആ യക്ഷിയുടെ മുമ്പിലെങ്ങാനും പെട്ട് കഴിഞ്ഞാല് താണ്ട 2 ദംഷ്ട്രമുണ്ട് ഇങ്ങനെ, അത് കഴുത്തിലോട്ട് അങ്ങോട്ട് ആഴ്ത്തിയിട്ട് ആ ദംഷ്ട്രങ്ങൾക്കകം പൊള്ളയാ എന്ന് പറഞ്ഞൊരു വലിയ ബ്ലഡ് കംപ്ലീറ്റ് അവരുടെ വയറ്റിൽ കിടക്കും. ഈ പ്രേതങ്ങൾക്കല്ല ആടിന്റെ മാടിന്റെ ഒക്കെ ബ്ലഡ് പോരെ? പറ്റത്തില്ല, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ചേരത്തില്ല. മനുഷ്യ ഗ്രൂപ്പ് മാത്രമേ പ്രേതങ്ങൾക്ക് ചേരും. അതുകൊണ്ട് സന്ധ്യയാവുമ്പോഴേ മക്കൾ രണ്ടുപേരും എന്തെങ്കിലും കിട്ടുന്ന വാരി കഴിച്ചിട്ട് ഒരുപാട് ഇരുട്ടാനൊന്നും കാത്തിരിക്കണ്ട, കിടന്നങ്ങ് ഉറങ്ങിയേക്കണം. ഉറക്കം വന്നില്ലേലും മാമന് നിങ്ങളെ എന്നും കാണാമെന്ന എന്റെ ആഗ്രഹം. പറ്റിക്കാൻ പറഞ്ഞല്ല മക്കളെ, സത്യവാ. സത്യത്തിന്റെ മുഖം എന്നും വികൃതമായിരിക്കും. അതെ, ആ മരത്തിൽ നോക്കിയേ. എടി, ഈ ആണി എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ പണ്ടത്തെ ചേച്ചിയുടെ ആത്മാവിനെ തളച്ച് ആണി അടിച്ചുറപ്പിച്ചു വെച്ചിരിക്കുക അവിടെ. ഓ മാമ, ഇത് അമ്മ ആശ കെട്ടാൻ വേണ്ടി അടിച്ചു ചെയ്യുന്ന. ഓ, സംശയം ഉണ്ടോ? ഉണ്ടോ? ഞാൻ ഊരി കാണിച്ചു തരാം. വാ. അല്ല ഊരിക്ക ഊരിക്ക ഊര് 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 ഊര്. എടി എടി, നീ വലിയ ബോക്സർ ആമത്തെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിസാരപ്പെട്ട ഈ ആണി ഒരെണ്ണം ഊരാൻ പറ്റുന്നില്ല. മാമ, ഞാൻ പലവട്ടം പറഞ്ഞ എന്റെ ബോക്സിനെ കളിയാക്കരുത്. മാമന്റെ കളരിയും കാട്ടിക്കൊള്ളാം. ഓ, അല്ലെ മാമനെ ഊര്. എന്താടി കളരിക്ക് കുഴപ്പം? എന്താണ് എന്താ കുഴപ്പം? ബോക്സിന് എന്താ കുഴപ്പം? അതാ ഇവിടെ കിടന്ന് ഈ ആണി കുലുക്കിയിട്ട് കിട്ടാഞ്ഞത്. രണ്ടും കൂടെ മാമൻ കാണിച്ചു തരാം. മാമൻ മാമനൂരി മാമനൂരി. എന്തോ? ദാ വരുന്നേ. എന്റെ മോളെ, നീ ഇങ്ങനെ തൊട്ടാവാടി ആവാതെ. എന്തോന്ന് കാണുന്ന തടി മാത്രമേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഇങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുകയോ അല്ലെങ്കിൽ ഉള്ള പേടിപ്പിക്കുന്ന സിനിമ കണ്ടോണ്ടൊന്നും നിൽക്കരുത് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടോണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പ്രേതം പ്രേതം എന്റെ അടുത്തായിട്ട് വരണം. പ്രേതം അടിച്ച് നിലം പരത്തുന്നേ. എന്തോ നീ ഒലത്തും പ്രേതത്തിന്റെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടാ പെണ്ണേ നഖം പോലും കിട്ടത്തില്ല വിഷം. മണിക്കൂട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടാ. എന്തിനാ ആവശ്യമില്ലാതെ ആ ചേച്ചി മരിച്ച ആരോഗ്യപരത്ത് പറഞ്ഞ? അതുകൊണ്ടല്ലേ അവള് പേടിച്ചത്. എന്റെ അളിയ ഉള്ള കാര്യമില്ലയോ ഞാൻ പറഞ്ഞത്. ഇപ്പോഴവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട് രാത്രിയില്. എവിടെ? പിന്നെ എത്രയോ തവണ കേൾക്കുന്നു. ഞാനൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഞാൻ തന്നെ എല്ലാ ദിവസവും കേൾക്കുക അളിയ. അളിയ അതെ, ഈ യക്ഷികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുള്ള ഈ മുതുചോരയല്ല ഇഷ്ടം, ഈ പിള്ളേരുടെ വീട്ടുള്ള പിഞ്ചു ചോരയാ ഇഷ്ടം. പിന്നെ ചുമ്മാ അങ്ങനെയൊന്നുമില്ല. എന്നാ ചുമ്മാതാ. പിന്നെ യക്ഷിപ്രേതം ഇവിടെ സൗണ്ട് കേട്ട് എത്ര ദിവസമായിട്ട് ഇവിടെ ഞാൻ കേട്ടോണ്ടിരിക്കാന്നറിയാം. വല്ല പൂച്ച വട്ടി ഓടിയതായിരിക്കും. പിന്നെ പൂച്ചയില്ലോ ചെലങ്ക കെട്ടിക്കൊണ്ട് നടക്കാൻ. ചെലങ്ക? ചെലങ്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്നാലേ വല്ല കള്ളന്മാര് വന്നതായിരിക്കും. എന്റെ അളിയ ഇതേ എല്ലാ ദിവസവും കള്ളന്മാർ ഇവിടെ കയറി ഇറങ്ങാൻ ഇവിടെ നിധി കുഴിച്ചു വെച്ചേക്കും. എന്തൊരു വർത്താനമാ. ഉള്ള കാര്യം പറഞ്ഞ് പിള്ളേരെ മനസ്സിലാക്കി അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതിന് മറച്ചു വെക്കുകയാണ് പിള്ളേരടുത്ത്.
പ്രേതോ യക്ഷിയൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ. ഒന്നുമില്ലെന്ന് ശേ ആ. പറഞ്ഞ് പേടിപ്പിക്കാതെ പിള്ളേരെ. ആ, 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 ഇല്ല മോളെ. ആ. ഉം. അപ്പൊ ഞാനേതായാലും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഏതായാലും ആ. ഞാനിപ്പോഴേ നമ്മുടെ പണിക്കനില്ലേ വെളിയാ, പുലിനടയല്ലേ? ആ ഓ പണിക്കനെ പോയി കണ്ടിട്ട് ഇതിനൊരു പരിഹാരക്രിയ എന്തുവാന്ന് ചോദിച്ചു വെക്കാം. ഇതൊക്കെ വേണോ? വേണം, പിന്നെ അത്യാവശ്യമാ. പിന്നെ ഇന്നത്തെ ദിവസം ഒരു കാരണവശാലും രാത്രി വെളിയിൽ ഇറങ്ങരുത്. എന്ത് ശബ്ദം കേട്ടാലും വെളിയിൽ ഇറങ്ങരുത്. ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള ഒരു ദിവസമാണ്. അതെന്താ ഇന്ന്? ഇന്ന് അങ്ങനെ ഉള്ള ഒരു ദിവസമാണ്. ഇന്ന് വെള്ളിയാഴ്ച. അതല്ല, അങ്ങനെ ഉണ്ട്. ഇന്നാരും വെളിയിൽ ഇറങ്ങരുത്. ഇല്ല. ശ്രീകുട്ടി, കൊച്ചു കള്ളി ഇത്ര പെട്ടെന്ന് വെള്ള സാരി എടുത്തോണ്ട് ഒരുങ്ങിക്കെട്ടി വന്നോ? ശ്രീകുട്ടി, അവളിതെവിടെ പോയി? സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ ലല്ലലാല. എടി, നീ ഇത് വെള്ള ഡ്രസ് മാറി വീണ്ടും ഇതിട്ടോ? ഞാൻ അതിന് ഇതുവരെ ഡ്രസ്സ് മാറിയില്ലല്ലോ. ഈ അണ്ണൻ എന്താ? ചെടി താണ്ട 12 മണിയാവാൻ പോന്ന്, പെട്ടെന്ന് ഇറങ്ങ. എന്റെ അണ്ണ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിപ്പിക്കാതെ. ഈ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. നീ ഇങ്ങനെ കിന്നിരിച്ചോണ്ടിരിക്കാതെ ഇതെങ്ങനെങ്കിലും വാരി വലിച്ചിട്ടിട്ട് വെളിയിട്ട് വാ. എന്റെ അണ്ണനെ സ്വന്താക്കുന്ന ദിവസമല്ലേ ഇന്ന്. അപ്പൊ എനിക്ക് ഇച്ചിരി കൂടുതൽ മേക്കപ്പ് ചെയ്യണം. പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നാ ഞാൻ എങ്ങനെ ഡ്രസ്സ് മാറും? നീ അങ്ങ് മാറിക്കോ, ഞാൻ വേണേ കണ്ണടച്ചോളാം. ലോക്കപ്പിൽ ഇടണോ? എന്താ? എന്നാ പിന്നെ പോയി കഥ കടാ. അടച്ച. അയ്യോ, അകത്തുനിന്ന് അടയ്ക്കാനല്ല പറഞ്ഞത്, പുറത്തു പോയി നിക്ക്. 12 മണിക്ക് ചന്ദ്രൻ വരും, വേഗം ചെന്ന് അവിടെ നിക്ക്, ഞാൻ അങ്ങോട്ട് വന്നോളാം. പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരാം. ഞാൻ പോയി. പോ. ഇതെന്ത് മായം? ഇവക്ക് എന്ത് മാജിക്കറിയാവോ? അല്ലെങ്കിൽ മേളിൽ നിന്ന് താഴോട്ട് വേറെ വഴി വല്ലതും ഉണ്ടോ ഞാനറിയാത്ത? ശ്രീകു, അപ്പോഴേക്കും നാണം വന്നു. നിലാവ് പെയ്യുന്ന ഈ രാത്രിയില് അല്ലെങ്കിലും സംസാരത്തിന് എന്ത് പ്രസക്തി? ഏതാ? നമുക്ക് വേണ്ടി മാത്രമായി പൂക്കൾ വിതറുന്ന പാലമരത്തിന്റെ ചോട്ടിൽ പോയി ഇരിക്കാം. എന്തിന്? ഈ പാതിരാത്രി വല്ലോടും ചെന്ന് കൊതുകടികളുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഇവിടെ നല്ല കാറ്റല്ലേ, തണുപ്പും. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. പേടിയുണ്ടോ? എന്റെ ശ്രീകു, ഈ ചോദ്യം എന്നോട് തന്നെ ചോദിക്കണം. യക്ഷിയല്ല പ്രേതം വന്നാല് നിന്റെ ഈ മണിക്കുട്ടൻ ചേട്ടൻ ഇതുപോലെ തന്നെ കുലുങ്ങാതെ ഇവിടെ നിൽക്കും. അതെ, ഈ പ്രണയ ദിനത്തില് ഞാൻ നിനക്കായി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല ശിവട്ടി, ഇതെന്റെ ഹൃദയം. എനിക്ക് ചോര മതി. ചോര മാത്രമായിട്ട് എന്തിനാക്കുന്നത്?
എൻ്റെ ശരീരം മൊത്തം എടുത്തുകൂടെ നിനക്ക്? ശ്രീകുട്ടി, ഇന്നത്തെ രാത്രി നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രിയാക്കി മാറ്റണം. ഒരിക്കലും മറക്കില്ല. ഈ ഈ ഈ നിലാവിനെ സാക്ഷിയാക്കി നമുക്ക് പ്രണയ സല്ലാപം തുടങ്ങിയാലോ? തുടങ്ങിയാലോ? എല്ലാം എല്ലാം എല്ലാ പ്രണയദിനത്തിലും ഞാനിവിടെ വരാറുണ്ട്. ഏ? ഈ പ്രണയദിനം എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? ഈ ഭൂമിയുമായിട്ടുള്ള എൻ്റെ ബന്ധം അവസാനിച്ചത് ഈ പ്രണയദിനത്തിലല്ലേ? ഇതെന്താ ഇവക്ക് വട്ടി പിടിച്ചോ? ഒരു അന്തവും കുന്തവും ഇല്ല സംസാരിക്കുന്നത്. ശ്രീകുട്ടി, നമുക്ക് തിരിഞ്ഞു നിന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കാം.